നമസ്കാരം. ആയുസ്സിലൊരിക്കലെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിച്ചു പോയാൽ ജീവിത കഷ്ടതകൾ നീങ്ങി ആയുർവൃദ്ധി ലഭിക്കുമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും പല പ്രത്യേകതകളുമുള്ള ഒരു പുരാതന ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു തിരുനീലകണ്ഠേശ്വരർ അല്ലെങ്കിൽ മനോക്യനാഥ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണം കാരയ്ക്കൽ പാതയിൽ തിരുനീലക്കുടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, തിരുനീലകണ്ഠേശ്വരർ, മനോക്യനാഥർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, ഒപ്പിലാമുലിയാൾ, അനുപമസ്തിനി, ഭക്താഭീഷ്ടപ്രദായിനി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. മാർക്കണ്ഡേയ മഹർഷിക്ക് ചിരഞ്ജീവി പദം ലഭിച്ച സ്ഥലമാകിയാൽ ഇതൊരു ആയുർവൃദ്ധി അരുളും ക്ഷേത്രമായും അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 95ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുനാവുക്കരച്ചർ എന്ന അപ്പർ സ്വാമികൾ ഇവിടത്തെ മൂലവർക്ക് പതികം പാടിയിട്ടുണ്ട്. ജൈനമതസ്ഥർക്കും ശൈവർക്കും ഇടയിലുണ്ടായ പകയാൽ പല്ലവമന്നൻ ജൈനമതസ്ഥരുമായുണ്ടായ ആലോചന പ്രകാരം അപ്പർ സ്വാമികളെ കല്ലിൽ ബന്ധിച്ച് കടലിലെറിഞ്ഞെന്നും അപ്പർ സ്വാമികൾ ഇവിടത്തെ മൂലവരെ പ്രാർത്ഥിച്ച് പതികം പാടിയിട്ടാണ് ജീവൻ തിരിച്ചു പിടിച്ചതെന്ന് അദ്ദേഹം പതികത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പതികം 5ാം തിരുമുറയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പുരാണങ്ങളിൽ ഈ പ്രദേശം തെന്നലക്കുടി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണത് തിരുനീലകണ്ഠപുരം എന്നായി മാറിയത്. മാർക്കണ്ഡേയർ, ബ്രഹ്മദേവൻ, വസിഷ്ഠ മഹർഷി, കാമധേനു, വരുണൻ, ശൂരപത്മൻ, ദേവകന്യകകൾ എന്നിങ്ങനെ പല ദിവ്യരും പൂജിച്ച മൂലവരാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഇത് മൂലാധാര സ്ഥലം. കുണ്ടലിനി ശക്തി പരിശീലിക്കുന്നവർക്ക് വേഗം ഫലം കിട്ടും എന്നൊരു വിശേഷവും ഈ ആലയത്തിനുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യം ഇങ്ങനെയാണ്. ഭൃഗണ്ഡു മഹർഷിയും പത്നിയും തങ്ങളുടെ മകൻ മാർക്കണ്ഡേയന് 16 വയസ്സ് വരെ മാത്രമേ ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കി മകനോടൊപ്പം ആയുർവർദ്ധനയ്ക്കായി ശിവാലയങ്ങളിൽ ശിവപൂജ നടത്തി വന്നു. നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം മാർക്കണ്ഡേയൻ ശിവാലയങ്ങൾ സന്ദർശിച്ചു വരവെ തിരുനീലക്കുടിയിലെത്തി. ഇവിടെ വളരെ കാലം ധ്യാനത്തിലിരുന്നു. ശിവഭഗവാൻ മാർക്കണ്ഡേയന് മുന്നിൽ പ്രത്യക്ഷനായി എന്തു വരം വേണമെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ദീർഘകാലം ശിവഭഗവാനെ പൂജിച്ച് ജീവിക്കണമെന്ന് കുട്ടി ആഗ്രഹം പറഞ്ഞു. ഭഗവാൻ സംപ്രീതനായി കുട്ടിയുടെ ആയുസ് നീട്ടിക്കൊടുത്ത് ചിരഞ്ജീവിയായി എന്നും 16 വയസ്സോടെ വാഴാൻ അനുഗ്രഹിച്ചു. തിരുക്കടയൂരിൽ യമനെ സംഹരിച്ച ഭഗവാൻ ഇവിടെ മാർക്കണ്ഡേയർക്ക് ചിരഞ്ജീവി പദം നൽകി. മാർക്കണ്ഡേയർ ഭഗവാനെ ഇളന്തുറൈ, ഏനാദിമംഗലം, തിരുനാഗേശ്വരം, തിരുഭുവനം, തിരുവിടമരുതൂർ, മരുത്തോക്കുടി, തിരുനീലക്കുടി എന്നീ 7 സപ്തസ്ഥാന ക്ഷേത്രങ്ങളിൽ പല്ലക്കിൽ എഴുന്നള്ളിച്ചു എന്നാണ് പറയുന്നത്. ഇന്നും 18 നാൾ നീണ്ടു നിൽക്കുന്ന ബ്രഹ്മോത്സവത്തിൽ മാർക്കണ്ഡേയ മഹർഷിയുടെ ഉത്സവമൂർത്തിക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം ഭഗവാൻ ദർശനം കൊടുക്കുന്ന വൈഭവം നടക്കുന്നു. മാർക്കണ്ഡേയ മഹർഷി പിന്നീട് വളരെ കാലം ഇവിടെ തങ്ങി ഭഗവാനെ പൂജിച്ചതിനാൽ മാർക്കണ്ഡേയ മഹർഷി തന്നെയാണ് ഇന്നും ഇവിടെ ഉത്സവം നടത്തുന്നത് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ മാർക്കണ്ഡേയ മഹർഷിക്ക് പ്രത്യേകം സന്നിധിയും അദ്ദേഹം പൂജിച്ച ശിവലിംഗവുമുണ്ട്. മറ്റൊരു ഐതിഹ്യം എന്തെന്നാൽ ഉർവശിയുമായുണ്ടായ ഒരു പ്രശ്നത്തിൽ ബ്രഹ്മദേവൻ ഇവിടെ എത്തി പ്രായശ്ചിത്തമായി ശിവഭഗവാനെ പൂജിച്ച് മനസമാധാനം ലഭിച്ചു എന്നതാണ്. ബ്രഹ്മദേവൻ പൂജിച്ച ശിവലിംഗം ക്ഷേത്രത്തിലെ മുക്തി മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദക്ഷയാഗത്തിലെത്തി അപമാനിതയായ ദാക്ഷായണി ഇവിടെ എത്തി ശിവഭഗവാനെ പൂജിച്ച് ഭഗവാനോട് ചേർന്നു എന്നൊരു വ്യത്യസ്തമായ ഐതിഹ്യവും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിൽ 2 ദേവീ സന്നിധികളാണ് ഉള്ളത്. ഒരു ദേവി തിരുമണക്കോലത്തിലും വേറെ ദേവി തപസ് കോലത്തിലും. പാലാഴി മദനത്തിൽ നിന്ന് വന്ന ആലഹാല വിഷം ശിവഭഗവാൻ ഭക്ഷിച്ചപ്പോൾ ഭഗവാന്റെ ഉദരത്തിലേക്ക് വിഷം എത്താതിരിക്കാൻ ദേവി ഭഗവാന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. വിഷം തൊണ്ടയിൽ ഉറച്ച് ഭഗവാൻ നീലകണ്ഠനായി. ദേവി വിഷത്തനിമ കുറയ്ക്കാൻ ഭഗവാന്റെ കഴുത്തിൽ തൈലം തടവി എന്നാണ് പറയുന്നത്. തിരുനീലകണ്ഠപുരം എന്നാലേ എണ്ണ അഭിഷേകത്തിന് പ്രശസ്തമാണ്. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മയ്ക്കായി ഇവിടെയുള്ള സ്വയംഭൂ ശിവലിംഗത്തിന് എണ്ണ മാത്രമാണ് അഭിഷേകം ചെയ്യുന്നത്. ദേവിയാണ് അഭിഷേകം ചെയ്യുന്നത് എന്ന ഐതിഹ്യത്തിനാൽ എണ്ണക്കുടങ്ങൾ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച ശേഷമാണ് ഭഗവാന് അഭിഷേകം നടത്തുന്നത്. ഇതിൽ അതിശയം എന്താണെന്ന് വെച്ചാൽ കുടം കണക്കിന് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താലും അതെല്ലാം ശിവലിംഗം വലിച്ചെടുക്കുന്നു എന്നതാണ്. വിശേഷ ദിവസങ്ങളിൽ ദിനം മുഴുവനും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താലും പിറ്റേന്ന് നോക്കുമ്പോൾ 1 വർഷം എണ്ണ തടവാത്തതുപോലെയാണ് ശിവലിംഗം കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഈ എണ്ണയെല്ലാം എവിടെ പോകുന്നു എന്നത് ഇന്നും മനസ്സിലാവാത്ത രഹസ്യമാണ്. സാധാരണ എണ്ണയാൽ അഭിഷേകം നടക്കുന്ന ശിവലിംഗങ്ങൾ മിനുസമായും തിളക്കത്തോടെയും കാണപ്പെടും. എന്നാൽ ഈ ശിവലിംഗം പരുപരുത്തതായാണ് കാണപ്പെടുന്നത്. ക്ഷേത്രപ്രകാരത്തിലുള്ള പ്ലാവ് മരവും വിശേഷപ്പെട്ടതാണ്. ഇതിൽ പഴുക്കുന്ന ചക്കയിലെ കുറച്ച് ചുളകൾ ഭഗവാന് സമർപ്പിച്ച ശേഷമാണ് ചക്കപ്പഴം കോവിൽ മതിൽക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാറുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം പഴം കേടായിരിക്കും എന്നും പറയപ്പെടുന്നു. ഇത് സത്യമാണോ എന്നറിയാൻ പരീക്ഷണം നടത്തി നോക്കിയവർക്ക് ശിക്ഷ കിട്ടിയിട്ടുള്ളതായും ഭക്തജന സംസാരമുണ്ട്. ഈ ക്ഷേത്രത്തിലുള്ള നവഗ്രഹങ്ങൾ എല്ലാം സൂര്യനെ നോക്കിയാണ് നിൽക്കുന്നത്. പഴയകാലത്തെ ആഗമവിധി പ്രകാരമാണ് ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ നവഗ്രഹങ്ങളെ പ്രാർത്ഥിച്ചാൽ വിശേഷ ഫലം കിട്ടുമെന്നും പറയപ്പെടുന്നു.
1500 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന രാജഗോപുരമില്ലാതെ മനോഹരമായ 2 പ്രവേശന കവാടത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന തിരുനീലകണ്ഠേശ്വരർ തിരുക്കോവിൽ പാണ്ഡ്യരാജാക്കന്മാരും വിജയനഗര സാമ്രാജ്യ അധിപതികളും പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രമുൻവശത്തെത്തിയാൽ കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാൻ, വിനായകർ സന്നിധി, മഹാമണ്ഡപവും അർദ്ധമണ്ഡപവും കഴിഞ്ഞാൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന കരുവറയിൽ ശ്രീപരമേശ്വരൻ, തിരുനീലകണ്ഠേശ്വരർ, മനോക്യനാഥ സ്വാമി എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. സ്വയംഭൂ ശിവലിംഗമായതിനാൽ തൈലാഭിഷേകം മാത്രമാണ് ഭഗവാന് ചെയ്യുന്നത്. 60 വയസ്സ് കഴിഞ്ഞവരുടെ കല്യാണങ്ങളായ ഷഷ്ടിപൂർത്തി, സപ്തതി, നവതി എന്നിവയും ആയുർവർദ്ധനയ്ക്കുള്ള പൂജകളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ എത്തി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആയുർദോഷങ്ങൾ നീങ്ങും, പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ ഒന്നിക്കും എന്നിങ്ങനെയാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ദേവി ശ്രീപാർവതി തനി സന്നിധിയിൽ തിരുമണക്കോലത്തിൽ ഒപ്പില മുലയാൾ, അനുപമസ്തിനി എന്നീ നാമങ്ങളോടെ അനുഗ്രഹം ചൊരിയുന്നു. അടുത്തുതന്നെ വേറൊരു സന്നിധിയിൽ ദേവി ഭക്താഭീഷ്ടപ്രദായിനി തപസ് ചെയ്യുന്ന ഭാവത്തിലാണ്. ഭക്തർ വിവാഹഭാഗ്യത്തിനും സന്താനഭാഗ്യത്തിനും ദേവിമാർക്ക് വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ നർത്തന ഗണപതി, വള്ളിദേവയാനി സമേത സുബ്രഹ്മണ്യർ, ബാലമുരുകൻ, ദക്ഷിണാമൂർത്തി, ബ്രഹ്മാവ്, സൂര്യൻ, ശനീശ്വരൻ, ദുർഗ, ചണ്ഡികേശ്വരർ, ചണ്ഡികേശ്വരി, നവഗ്രഹങ്ങൾ, നാൽവർ, മാർക്കണ്ഡേയ മഹർഷി, കാശി വിശ്വനാഥർ, വിശാലാക്ഷി, സരസ്വതി, മഹാലക്ഷ്മി എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം പഞ്ചവില്വം. ക്ഷേത്രതീർത്ഥം മാർക്കണ്ഡേയ തീർത്ഥം, ദേവീതീർത്ഥം, ബ്രഹ്മതീർത്ഥം, ക്ഷീരകുണ്ഡം. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചിത്ര ബ്രഹ്മോത്സവം, ഐപ്പശി അന്നാഭിഷേകം, തൃക്കാർത്തിക, മാർഗഴി തിരുവാതിര, ശിവരാത്രി എന്നീ ഉത്സവങ്ങൾ കൂടാതെ പ്രദോഷം, അമാവാസി എന്നീ ദിവസങ്ങളും ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടത്. പൂജാസമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 13 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.